സേഫ്റ്റിയോടുള്ള ഗോയിസിയുടെ സമീപനം എന്താ? അത് ഇലക്ട്രിക്കൽ ആകാം, ഫയർ ആകാം, ആക്സിഡന്റ് ആകാം. എല്ലാ ചാർജേഴ്സും ARI സർട്ടിഫൈഡ് ചാർജേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ സേഫ്റ്റി എവിടെയാണ് കോംപ്രമൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചാർജറോളം തന്നെ ഏകദേശം ഇലക്ട്രിഫിക്കേഷൻ പാർട്ടിനും കോസ്റ്റുകൾ വരും. ഒരു ചാർജർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഒരു 30 kW ചാർജർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏകദേശം ചാർജറിൻ്റെ കോസ്റ്റോളം അത്ര തന്നെ ഇലക്ട്രിക്കൽ കോമ്പണൻസിനും കോസ്റ്റ് വരും. എന്നാൽ ചാർജറിൻ്റെ ഉള്ളിൽ സേഫ്റ്റി പ്രിക്കോഷൻസ് ഇല്ലാതെ അല്ലെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ട എലിമെൻറ്റ്സ് ഇല്ലാത്തതല്ല ചാർജേഴ്സിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിലും സേഫ്റ്റിക്ക് വേണ്ട എല്ലാവിധ എലിമെൻറ്റ്സും ഉണ്ട്. പക്ഷേ നമ്മൾ പുറത്ത് വയ്ക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് DB ബോക്സിൻ്റെ ഉള്ളിലും അതേ എലിമെൻറ്റ്സുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എല്ലാ ചാർജേഴ്സിനും. അപ്പോൾ കമ്പനി നോക്കിക്കാണുന്നത് ഇത് ഇന്നോ നാളെയോ ആർക്കെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് നമുക്ക് വാക്കവേ ചെയ്യേണ്ടതല്ല. ഒരാൾ ചാർജർ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇന്നിപ്പോൾ അലിബാബയിൽ പോയി കഴിഞ്ഞൊരു ചാർജർ നമുക്ക് മേടിക്കാൻ കിട്ടും. ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജർ ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതൊരു പബ്ലിക് സർവീസാണ്. ഇത് ഉപയോഗിക്കാൻ വരുന്നവർ പബ്ലിക്കാണ്. അവിടെ ഇലക്ട്രിക്കലായിട്ടുള്ള ഷോക്കുകൾ, മറ്റേ എർത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഗോയിഷിയുടെ ഭാഗത്ത് ഒരു കോംപ്രമൈസും ഇല്ല. ഞങ്ങൾക്ക് പല ബിസിനസ്സിലും ചിലവർ ചാർജസ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഈ കോട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പലവരും പറയും ഇത്ര മാത്രം എന്താണ് ഇലക്ട്രിഫിക്കേഷൻ കോസ്റ്റ്, എൻ്റെ അവിടുത്തെ A-class കോൺട്രാക്ടർ പറഞ്ഞല്ലോ ഇതിൻ്റെ പകുതി വിലയ്ക്ക് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ പകുതി വിലയ്ക്കും ചെയ്യാം, ഇതൊന്നുമില്ലാതെ വയറ് പിരിച്ചും കൊടുക്കാം. പക്ഷേ ഇത് അൾട്ടിമേറ്റ്ലി ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എൻഡ് ഓഫ് ദ ഡേ ഇത് ഉപയോഗിക്കാൻ വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ടച്ച് വുഡ് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല. ഇതിനെല്ലാം പുറമെ ഞങ്ങളുടെ എല്ലാ ചാർജേഴ്സും ഇൻഷുർഡാണ്. അത് തേർഡ് പാർട്ടി ലയബിലിറ്റി, ആക്സിഡൻറ്റ്, തെഫ്റ്റ്, ഫയർ, ഇതെല്ലാം നാച്ചുറൽ കലാമിറ്റി അടക്കമുള്ള കോമ്പണൻസ് അടങ്ങിയ ഒരു ഇൻഷുറൻസ് ആണ് എല്ലാ ചാർജസും. ചാർജേഴ്സിൽ ഇൻഷുറൻസ് ഇല്ലാണ്ട് ഞങ്ങളൊരു ഫോക്കോ ക്ലയൻറ്റിനോ ഒരു ഇൻവെസ്റ്റ് കോക്കോനോ നമ്മൾ ആ ഒരു ബിസിനസ് ചെയ്യുന്നതല്ല.